ഞാൻ ഇവിടെ നിന്ന് കാണുന്നില്ലാണ് ജംബോ സ്റ്റാൻഡ്. നമ്മുടെ ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു ദിവസമാണ് കേരളത്തിൽ. അത് നമ്മുടെ സീരിയല്, നമ്മുടെ കുടുംബശ്രീ ശാരദ 1300 എപ്പിസോഡ് എത്തിയത് നമ്മുടെ എല്ലാവരുടെയും എഫേർട്ടും എല്ലാവരുടെയും കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ്. സോ അതിൽ ഭയങ്കര അതിലൊരു വലിയൊരു ഭാഗമാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവിടെ എല്ലാവർക്കും തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റ് എനിക്ക് തോന്നുന്നില്ല വേറൊരു ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നുള്ളത്. എല്ലാവർക്കും തുല്യതയും എല്ലാവർക്കും ഒരേ രീതിയിൽ പോകുന്നൊരു സെറ്റാണ് ഇത്. അത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. സോ എല്ലാവരും ഇവിടെ ഒരു ഏറ്റക്കുറച്ചിലൊന്നുമില്ല, എല്ലാവരും ഒരു മച്ച ബന്ധമാണ്, എല്ലാവരും ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് എല്ലാവരും. പിന്നെ ഇവിടുത്തെ ടെക്നീഷ്യൻ ടീമിനെയാണ് ഞാനിപ്പോൾ ഇതിൽ പറയാൻ കൂടുതലും ശ്രമിക്കുന്നത്. കാരണം അവരാണല്ലോ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ. കാരണം അവരാണ് പിന്നണിയിൽ പുറകിൽ നിന്നിട്ട് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. സോ ആദ്യം തന്നെ ഡയറക്ടർ സർ KK സാറിൻ്റെ ഞങ്ങൾ എന്താ പറയുക ഒരു വലിയ നന്ദി. കാരണം ഞങ്ങൾക്ക് ഇത്രയും എല്ലാ ആർട്ടിസ്റ്റും പറയും, ഞാൻ എൻ്റെ കാര്യം പറയാം, എനിക്ക് ഇത്രയും സപ്പോർട്ടീവായിട്ടും ഇത്രയും ലിബറലായിട്ടും ഇത്രയും ഞാനത് എവിടെയും പറയുന്നത് ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ കംഫർട്ടാക്കുന്ന ഒരു ഡയറക്ടർ ചിലപ്പോൾ ഇനി ഭാവിയിൽ ഞാൻ അറിയില്ല, പക്ഷെ ഇത്രയും ആർട്ടിസ്റ്റിനെ കംഫർട്ടാക്കി ഒരു ഔട്ട്പുട്ട് നന്നാക്കാനാകുന്ന ഒരു ഡയറക്ടറാണ് സാർ. സോ സാറ് തന്നെയാണ് ഇതിൻ്റെ ഒരു മേജർ ഘടകം. അതുപോലെ എന്താ പറയുക ബി ചേട്ടൻ, അങ്ങനെ എല്ലാവരും. പിന്നെ നമ്മുടെ ഒഫ്കോഴ്സ് നമ്മുടെ പ്രൊഡ്യൂസർ സാറ് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല സാറ് വന്നിട്ട് കാണാം. സാറിനും ഒരു വലിയ നന്ദി. അതിലെല്ലാ രീതിയിലും ആണോ അതെല്ലാ രീതിയിലും ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് എല്ലാവർക്കും തരുന്നത് ഭൂമിത്ര എന്ന് പറയുന്നൊരു പ്രൊഡക്ഷനാണ്. അതിന് നമുക്ക് ഇന്നേ വരെ ഒരു മുട്ടും ഇത് ഈ 1300 എപ്പിസോഡ് 4 കൊല്ലമാറായി ഇന്നേ വരെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഒരു പൈസ കാര്യമാണെങ്കിലും ബാക്കി എന്ത് തരം സപ്പോർട്ടാണെങ്കിലും നമുക്ക് തന്നൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഭൂമിത്ര എന്ന് പറയുന്നത്. സോ ഇതിനൊക്കെ ഒരു വലിയ ഭാഗമാവാൻ പോകുന്നതിൽ വലിയ സന്തോഷം. പിന്നെ ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ, പറഞ്ഞോട്ട് കുഴപ്പമില്ലല്ലോ. അല്ല ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു മുഹൂർത്തത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ അടുത്ത മാസം കൂടി ഉണ്ടാവുള്ളൂ ഇവിടെ. ഇതിൽ കുറേ പേർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവാം. എനിക്കിപ്പോൾ ഇനി ആ സമയത്ത് ചിലപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു ഗ്യാതറിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരോടും ഒരു നന്ദിയുണ്ട്. കാരണം ഇത്രയും കാലമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മൾ പങ്കുവെച്ചിട്ട് ഈ ഒരു 4 വർഷം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായതിൽ ഞാൻ എല്ലായിടത്തും എപ്പോഴും പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സ്റ്റെപ്പ് കുടുംബശ്രീ ശാരദ തന്നെയായിരിക്കും. അതിനിപ്പോൾ ഞാനിത് എവിടെ എന്തൊക്കെ ഹൈറ്റ്സിലോ അല്ലെങ്കിൽ എവിടെ എത്തിയാലും കുടുംബശ്രീ ശാരദ തന്നെയായിരിക്കും എൻ്റെ ഏറ്റവും വലിയ സ്റ്റെപ്പ് ജീവിതത്തിൽ. ഇതിൽ നിന്നാണ് ഒരു നടൻ എന്ന രീതിയിലും ഒരു വ്യക്തി എന്ന രീതിയിലും സമൂഹത്തിലും സോഷ്യലി എല്ലാത്തിലും നമുക്കൊരു നിലയും വിലയും ഒരു ഗ്രോത്തും എല്ലാം ഉണ്ടായതും ഒക്കെ കുടുംബശ്രീ ശാരദ കാരണമാണ്. അപ്പോൾ അടുത്ത മാസം ചിലപ്പോൾ എല്ലാവരോടും ഇതുപോലൊരു ഇതൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം ചിലപ്പോൾ എങ്ങനെയാണ് ഷൂട്ട് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, ഓരോരോ തിരക്കുകളും കാര്യങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട് ചെയ്തതിനും കൂടെ നിന്നതിനും. അതിപ്പോൾ ഞാനെപ്പോഴും മറക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ആദ്യം എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അതിലിപ്പോൾ കൃഷ്ണേന്ദു ആണെങ്കിലും മഹേശ്വരനാണെങ്കിലും പ്രശാന്താണെങ്കിലും ഇവർ 3 പേരും നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നതാണ്. അവരുടെ ഒരു സിങ്കും കാര്യങ്ങളിലും എനിക്ക് ഏറ്റവും കൂടുതൽ ആസ് എ നടൻ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുള്ള ഒരാളാണ് കൃഷ്ണേന്ദു എന്ന് പറയുന്നത്. കാരണം കൃഷ്ണേന്ദു ഒരു പ്രോംപ്റ്ററിന് ഉപരി ഒരു നല്ലൊരു നടൻ കൂടിയുള്ള ഒരാളാണ് കൃഷ്ണേന്ദു. അപ്പോൾ ഒരു നടൻ്റെ പൾസ് അറിഞ്ഞിട്ട് നമുക്ക് സജഷൻസും എല്ലാ രീതിയിലും, അതുപോലെ ഡയറക്ടറിൻ്റെ ഒരു പൾസ് അറിഞ്ഞിട്ടും ഒരു നടൻ്റെ പൾസ് അറിഞ്ഞിട്ടും ഇവരെ രണ്ടുപേരും നടുവിൽ നിന്ന് ആ ഒരു മീറ്ററിൽ രണ്ടുപേരും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മിടുക്കുണ്ട് അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന കൃഷ്ണേന്ദു. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർട്ടിങ് എവറിത്തിങ് നമ്മളെ ഏറ്റവും രീതിയിൽ നമ്മളെ ക്രിസ്പാക്കിയിട്ടും എല്ലാ രീതിയിലും ഡേറ്റ്സ് പരമായിട്ടും നമ്മളെ കൺഫ്യൂഷൻ ആക്കാതെ നമ്മളെല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സീൻസ് പറഞ്ഞിരുന്നതിലും മഹേശ്വരന് ഞാൻ ചെമ്പരത്തി തൊട്ടിട്ടുള്ള ബന്ധമാണ്.
അത് എന്തുതരം ബന്ധമാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. കാരണം ഒരു കൂട്ടുകാരാണോ ചേട്ടനനിയനാണോ എന്നുള്ളത് അറിയില്ല. കാരണം ഞങ്ങൾ ചേട്ടനനിയന്മാർ പറയുന്നതും പറയാറുണ്ട്, കൂട്ടുകാർ പറയാറുള്ളതും പറയാറുണ്ട്. അത്രയും ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധമുണ്ട്. സോ ഞാൻ ഒരുപാട് വലിച്ചു കിട്ടികളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞിട്ടുള്ളതും ഇതേപോലെ തന്നെ കുടുംബശ്രീ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇനി അങ്ങോട്ടും ഞാൻ പോകുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഈ ലൊക്കേഷനോ ഇതൊന്നുമല്ല, ഈ വർക്കോ ഒന്നുമല്ല, എൻ്റെ കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഡിസംബർ കഴിഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. സോ എല്ലാവർക്കും വലിയൊരു നന്ദിയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ തീരാത്ത നന്ദിയുണ്ട്. പ്രത്യേകിച്ച് KK സാറിനും, ഉണ്ണി ചേട്ടൻ, ശിവ, രാഹുൽ, എല്ലാവരും എടുത്ത് പറയുന്നില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഇമോഷണൽ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും പേര് വിട്ടുപോയാൽ ക്ഷമിക്കണം. ഒരു കാര്യം കൂടി ഉണ്ട്, പിന്നെ കോ ആക്ടേഴ്സിനെ പറ്റിയിട്ട് പറയേണ്ടതുണ്ട്. ഞാൻ 4 കൊല്ലമാവാറായി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇന്നേ വരെ ഒരാളായിട്ടും 24 മണിക്കൂറിന് മേലെ ഒരു പരിഭവമോ ഒരു ആവശ്യമില്ലാത്തൊരു കോൺഫ്ലിക്റ്റോ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ 2-3 മിനിറ്റിൽ ഞങ്ങളത് സോൾവ് ചെയ്ത് ഒരു ഫാമിലി പോലെയായി. നീനു ആണെങ്കിലും ശ്യാമ, അമ്മ, അച്ഛൻ, എല്ലാവരും, രോഹിത്, എവ്രിവൺ എല്ലാവരും ഇതുവരെ എനിക്ക് ആസ് ആൻ ആക്ടർ ഞാൻ എന്തെങ്കിലും എനിക്കൊരു നല്ലത് പ്രേക്ഷകർ തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്ന സപ്പോർട്ടും അവർ തന്ന റിയാക്ഷൻസിലൂടെയാണ് എന്നിലെ നടനെ പ്രൊജക്റ്റ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുട്ടികൾ, ഞാൻ അത് ആരെയും വിട്ടുപോയാൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഈ ഒരു മുഹൂർത്തം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എല്ലാവർക്കും ഏതൊരു അടുത്ത് നമുക്ക് വർക്കിലും കാര്യങ്ങളും കാണാം. ആക്ച്വലി ഞാൻ ഇന്ന് പോകുന്നില്ല, ഞാൻ അടുത്ത മാസം കൂടി ഉണ്ട്. എന്നാലും പറയാണ്, താങ്ക് യു എല്ലാവർക്കും, നന്ദി, താങ്ക് യു. ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത് ഇതുവരെ എത്തിയത് നമ്മുടെ എല്ലാവരുടെയും സക്സസ് ആണ്. എല്ലാവരും ഒരുപോലെ അവരവരുടെ രീതിയിലുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്രയും എപ്പിസോഡ് എത്തി എന്നുള്ളതിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സെലിബ്രേഷനിലേക്ക് എക്സ്പെക്ട് ഇന്നലെ 1200 എപ്പിസോഡ്സായി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഞാനായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂടെ സക്സസ് ആണ് ഇത്. അപ്പോൾ നമുക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞെ, ഞാൻ ചേട്ടനെ പറ്റി പറഞ്ഞില്ലേ, ബീച്ചേട്ടനെ പറ്റിയിട്ട്. കാരണം അത് പറയേണ്ട കാര്യം, കാരണം നമ്മളൊരു പർട്ടിക്കുലർ മൊമെന്റിൽ പെട്ടെന്നാണ്, അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ബീച്ചേട്ടൻ ഇതിൽ ജോയിൻ ചെയ്ത് വന്നത്. അപ്പോൾ രണ്ടുപേരാണ് ഇതിൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ ഒരു മെയിൻ പില്ലേഴ്സിൽ ഒരാൾ എന്ന് പറഞ്ഞത്. കാരണം ഇവർ ആണ് ഇതിൻ്റെ വൺ ലൈൻ എല്ലാവരും കൂടി സാറിൻ്റെ കൂടെ, ജനാസ് സാറിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട്. സോ ബീച്ചേട്ടൻ ഇതിൻ്റെ ഇടയിൽ അൺഎക്സ്പെക്റ്റഡ്ലി ഒരു 900 എപ്പിസോഡിൽ വന്നതാണ് കിഷോറോടെ മാറിയപ്പോൾ. പക്ഷെ ഇത്രയും വലിയൊരു പ്രൊജക്ടിനെ, ഇത്രയും ഫസ്റ്റ് പൊസിഷനിൽ പ്രൊജക്ടിനെ ഇദ്ദേഹം ഏറ്റെടുത്തിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ഇപ്പോഴും ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അത് എല്ലാവരുമായിട്ട് സിങ്ക് ആവണം, അത് ഡയറക്ടറായിട്ട് സിങ്ക് ആവണം, ആർട്ടിസ്റ്റുകൾക്ക് സിങ്ക് ആവണം, മൊത്തം യൂണിറ്റ് സിങ്ക് ആവണം. അങ്ങനെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താണ് ബീച്ചുള്ളത്. അതിപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. അത് ഞാൻ പറയാൻ മറന്നുപോയി, അത് ഒരിക്കലും മറക്കാൻ പാടില്ല. സോ ബീച്ചേട്ടന് ഇതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് ഉണ്ട് എന്തായാലും. അതെ, ഇവരാണ് വരാം.
എന്തിനാണ് പൊട്ടം പോയി ക്യാര മാസ്ക്